ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെയല്ല അറിയാം, നമ്മളൊരു കാലം കടന്നുപോയി. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരുപക്ഷെ രക്ഷിതാക്കൾക്കൊക്കെ അനുഭവമുള്ളൊരു കാലം, ഒരു ഈവൻ 5 years മുമ്പ് നമ്മളൊക്കെ എല്ലാവരും സാർവത്രികമായി കണ്ടൊരു കാലം, ഇപ്പോഴും ചിലയിടത്തൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു ടീച്ചർ സെൻട്രിക് ആയ ഒരു ടീച്ചിങ് എഡ്യൂക്കേഷണൽ പെഡഗോഗിയാണ്. അങ്ങനെ വരുന്നൊരു സമയത്ത്, അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ കൃത്യമായി പാഠം പഠിപ്പിക്കും, പോർഷൻ തീർക്കും, നമ്മളത് പഠിക്കും, ബൈഹാർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളതിനെ കൃത്യമായിട്ട് ഇൻറ്റേർണലൈസ് ചെയ്യും, പരീക്ഷ എഴുതും, വിജയിക്കും, റാങ്കുകാരാവും. ദിസ് ഈസ് എ പ്രോസസ് ഓഫ് ട്രഡീഷണൽ ലേണിംഗ്. അവിടുന്ന് മാറി ഇന്ന് നമ്മുടെ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത് കുറച്ചുകൂടി നമ്മുടെ ഈ ഫ്രെയിമുകൾക്കപ്പുറത്തേക്ക്, സിലബസിൻ്റെ അതിൻ്റെ ചുറ്റുവട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എത്രത്തോളം അപ്ലിക്കേഷൻ ഓഫ് നോളേജ് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ലേണിങ്ങിനെ ഒരു മോഡേൺ ആയ ഫ്യൂച്ചറിസ്റ്റിക് ആയ പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നതാണ്. അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ട്, ദ റിയൽ ലേണിംഗ് വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ ദി പ്രസന്റ് ഇറ, ഇറ്റ് ഈസ് ആക്ച്വലി അപ്ലൈയിങ് ദ ടെക്സ്റ്റ് ഇൻ ടു ദ കോണ്ടെക്സ്റ്റ്. Not merely learning or absorbing or internalizing things which you are seeing, reading or believing in, whatever it may be. നമ്മൾ കേൾക്കുന്നൊരു സംഗതിയെ നമ്മുടെ കോണ്ടെക്സ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ, നമ്മുടെ സാഹചര്യത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ, നമ്മുടെ അനുഭവത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നോളജിനെ, നമ്മുടെ ലേണിങ്ങിനെ നമ്മൾ കൊണ്ടുവരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, കടന്നു പോകുന്ന വഴി, ഈ മേഖലകളിലൊക്കെ നമ്മൾ വരുന്ന ഒരു വളരെ മത്സരാധിഷ്ഠിതമായ കോമ്പറ്റേറ്റീവായ ഒരു കാലത്തെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന രൂപത്തിൽ, എന്ന ആലോചനയിൽ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ചിന്തിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം. അങ്ങനെ സാധിക്കണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ട്രഡീഷണൽ ഔട്ട്ലുക്കിന് അപ്പുറത്തേക്ക് ഒരു ലേണിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞ്, ഇന്നോവേഷൻ തിരിച്ചറിഞ്ഞ് യാത്ര ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ മേഖലയിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതിഗതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കരിക്കുലം മാറുന്നു, നമ്മുടെ ലേണിംഗ് സിസ്റ്റം മാറുന്നു, സ്ഥാപനങ്ങളുടെ സമീപനങ്ങൾ മാറുന്നു, അധ്യാപകരുടെ സമീപനങ്ങൾ മാറുന്നു, ഒക്കെ മാറുന്നൊരു കാലമാണ്. ഇപ്പോഴത്തെ ഒരു പുതിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്, നമ്മൾ പണ്ട് കാലത്ത് പഠിച്ചിരുന്ന പോലൊന്നുമല്ല ആളുകളുടെ ഒരു ലേണിംഗ് രീതി എന്ന് പറയുന്നത്. ഒരു 90% ആളുകളും ഇഷ്ടപ്പെടുന്നത് ചെയ്തുകൊണ്ട് പഠിക്കാനാണ്, കേട്ട് പഠിക്കാനല്ല, വായിച്ചു പഠിക്കാനല്ല, അറിയാനും ഇത്തരം അബ്സോർബിങ്ങോ ഒബ്സർവേഷനോ ഒന്നുമല്ല. നേരത്തെ ലേണിങ്ങിന് ഉപയോഗിച്ചിരുന്ന രീതികളല്ല ഇന്ന് കുട്ടികൾ പുതിയ കാലത്ത് ലേണിങ്ങിന് വേണ്ടി ഏറ്റവും ആഗ്രഹിക്കുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. ഇന്റേൺഷിപ്പുകളുടെ കാലം, എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളുടെ കാലം, അപ്രന്റീസ്ഷിപ്പുകളുടെ കാലം, പ്രാക്ടിക്കൽ നോളജുകളുടെ കാലം, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങുകളുടെ കാലം, പാർട്ടിസിപ്പേറ്റീവ് ലേണിങ്ങിൻ്റെ കാലം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നോക്കിയാൽ 90% ആളുകളും പ്രിഫർ ചെയ്യുന്നത് ചെയ്തു പഠിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഏത് കരിക്കുലമാണോ, ഏത് കരിയറാണോ കുറച്ച് ചെയ്തു പഠിക്കുന്നത്, അവരാണ് സത്യത്തിൽ കരിയറിൽ ഏറ്റവും പിറകിൽ പോകുന്നത്. ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലൈസ് ചെയ്യുന്ന ഏത് മേഖലയിലാണോ, അവരാണ് ഏറ്റവും കൂടുതൽ അവരുടെ കരിയറിൽ നന്നായി പെർഫോം ചെയ്യുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കുറച്ച് കാലം മുമ്പ് നമ്മൾ കണ്ടതാണ്, ഓഡിയോ വിഷ്വൽ IT ഫെസിലിറ്റി വന്നപ്പോൾ, ക്ലാസ്സുകളൊക്കെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തപ്പോൾ, എല്ലാ സ്ഥാപനങ്ങളിലും പ്രൊജക്ടറും TV-യും വന്നപ്പോൾ നമ്മൾ ലേണിങ്ങിനെ ഒരു വിഷ്വൽ കർവിലേക്ക് കൊണ്ടുപോയി. ഓഡിയോ വിഷ്വൽ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ലേണിംഗ് കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു തുടങ്ങി. പക്ഷേ ഏറ്റവും സ്വാഭാവികമായ ഒരു യാഥാർത്ഥ്യം, അങ്ങനെ ഒരു ഓഡിയോ വിഷ്വൽ ഫെസിലിറ്റി കൊണ്ടുള്ള ലേണിംഗ് പോലും ഇപ്പോഴത്തെ ഒരു കാലത്ത് അത് 40% മാത്രം ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം മൊബൈലിൽ ആളുകൾക്ക് അത് ലഭ്യമാണ്, അവരുടെ സ്ക്രീനുകളിൽ അത് ലഭ്യമാണ്. അതുകൊണ്ട് അവർക്ക് ക്ലാസ് മുറികളിൽ വന്നിട്ടൊരു വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഈ ഓഡിയോ വിഷ്വൽ ഫെസിലിറ്റി നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിസ്കഷൻസ്, ഡെമോൺസ്ട്രേഷൻസ്, അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഒരു വളരെ കൃത്യമായി എക്സ്പീരിയൻസ് ചെയ്യുന്ന ലേണിംഗ് പ്രോസസ്സ്, ഇതൊക്കെയാണ് പുതിയ കാലത്ത് ഞാനീ പറഞ്ഞ രൂപത്തിൽ ലേണിംഗ് ബിയോണ്ട് ദ വാൾ. നിങ്ങളുടെ ഈ ഒരു പരിമിതമായ വലയത്തിനപ്പുറത്തേക്ക് നമ്മുടെ പഠനത്തെ, അനുഭവത്തെ കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി.